അമ്മയും ഡ്രസ് മതിയോ? എന്റെ പൊന്നു ജാനി, ഇതുവരെ ഡ്രസ്സ് മാറിയില്ലേ? ഒന്ന് വേഗാവട്ടെ. എനിക്ക് ഡ്രസ് മാറാൻ 5 മിനിറ്റ് മതി. നീ 5 മിനിറ്റ് നോക്കി അവിടെ ഇരുന്നോ. 9 മണിയാകുമ്പോ പ്രിയദർശിനി പോകും. കുറെ നഷ്ട കണ്ണുകൾ നിന്ന് വരും. നേരത്തെ സൂചി കുത്താൻ ഇടം കിട്ടൂല. ഹാവൂ, തമ്പുരാട്ടി ഇന്ന് രാവിലെ ഉടുത്തൊരുക്കി പോവാണല്ലേ? എടി, നിനക്കൊക്കെ പ്രാന്തമുണ്ടോ? പ്രിയദർശിനി എന്ന് തുടങ്ങിയോ അന്ന് മുതൽ തുടങ്ങിയ വട്ടല്ലേത്? ഈ കൊച്ചിന് സ്കൂളിൽ പോകണമെന്നുള്ള വിചാരമെങ്കിലും നിനക്കുണ്ടോ? അതെന്താ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതെ, നിങ്ങൾ കൊടുക്കത്തെ അസൂയ. അതെ മനുഷ്യ, ഇതുവരെ എന്നെ കൊച്ചിനെ എവിടെയെങ്കിലും നിങ്ങൾ പുറത്തു കൊണ്ടിട്ടുണ്ടോ? ദൈവം മുഖ്യമന്ത്രിയുടെ രൂപത്തില് ഞങ്ങൾക്ക് പ്രിയദർശിനിയും തന്നതാ. മായ, നിനക്ക് മുഴുത്ത ഭ്രാന്താണ്. ഈ വീട്ടിൽ ചോറും കറിയും ഉണ്ടാക്കാൻ നിനക്ക് പറ്റുന്നുണ്ടോ? എന്തിന് ഞാൻ ഈ വീട്ടിലുണ്ടെന്നുള്ള ചിന്തയെങ്കിലും നിനക്കുണ്ടോ? അതെ, എനിക്ക് പറ്റു തന്നെയാ. ഇത് ഞാൻ മാക്സിമം മുതലാക്കും. ഇത് വെറുതെ കിട്ടിയ സൗഭാഗ്യ. മായ, എനിക്ക് ശരിക്കും ദേഷ്യം ഉണ്ട് കേട്ടോ. അതെ, എനിക്ക് നിങ്ങളെക്കാൾ വലുതെന്റെ പ്രിയദർശിനിയാ. എന്റെ മോളെ ഞാൻ പ്രിയദർശിനി എന്ന് വിളിക്കും. മോക്ക് മാത്രമാക്കണ്ട, നിനക്കും ആ പേരിട്ടു. ഇതെല്ലാം കഴിഞ്ഞ് നീയൊക്കെ കട്ടപ്പുറത്തിരിക്കുമ്പോ നിനക്കൊക്കെ ഞാൻ ഒരു പേരിടും. അതൊരു വല്ലാത്ത പേരായിരിക്കും. ഹലോ സോന, പറയടി. ഞാൻ റെഡിയായി. നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും റെഡിയായി നോക്ക്. നമുക്കിന്ന് 4 ട്രിപ്പെങ്കിലും പോകണം. ശരി. 4 10 ട്രിപ്പ് പോകും. നീ ഇങ്ങോട്ട് വന്നില്ലേലും ഒരു കുഴപ്പമില്ല. മോളെ, നീ അറിഞ്ഞോ കൊല്ലത്തെ അസൂയ മൂത്തരായിട്ട് തല പൊട്ടിത്തെറിച്ചെന്ന്? നിന്റെ അപ്പന്റെ തലയായിരിക്കും. എന്നാ പറഞ്ഞേ? ഒന്നുമില്ല. നമ്മുടെ ഭാഗ്യത്തിനാ ദൈവം ഒരു പെൺകൊച്ചിനെ തന്നെ നമുക്ക് തന്നത്. ആൺകൊച്ചു മതിയെന്നല്ലേ നീ എപ്പോഴും പറയാറ്? ഇപ്പൊ എന്ത് പറ്റി? അത് പണ്ട്. എന്റെ പ്രിയദർശനം കഴിഞ്ഞപ്പോഴല്ലേ എനിക്കൊരു പെൺകൊച്ചു മതി. അവസരത്തിനൊപ്പം മാറുന്ന ഒരു വർഗം. സർക്കാർ സ്ത്രീകൾക്ക് ഒരു 5000 രൂപ മാസം തരുമായിരുന്നെങ്കിൽ ഈ വീട്ടിൽ 10000 രൂപ കിട്ടിയാൻ. എടി, പണിയെടുത്ത് 10 രൂപ ഉണ്ടാകാൻ നമുക്ക് സർക്കാരും തരുമെന്ന് നോക്കിക്കണം. ഇന്നും സമയം പോയി. അച്ഛന്റെ വാക്ക് കേട്ടുകൊണ്ടിരുന്ന സമയം പോകും. ഞാൻ പോകാം. നീ മാറി നിൽക്കുന്നോട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക്, തീരെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. പ്രിയദർശിനി എന്ന് തുടങ്ങിയോ അന്ന് തുടങ്ങി എൻ്റെ വീട്ടിലെ പ്രശ്നം. എൻ്റെ ഭാര്യ ഈ ബസ്സിനെയാണ് പ്രണയിക്കുന്നത്. എൻ്റെയും എൻ്റെ മകളുടെയും കുടുംബത്തിൻ്റെയും കാര്യങ്ങൾ താറുമാറായി. എൻ്റെ ഭാര്യ ഒരു ലക്ഷ്യവുമില്ലാതെ പ്രിയദർശിനിയിൽ യാത്ര ചെയ്യുകയാണ്. ഇതിനൊരു അവസാനമുണ്ടോ എന്നെനിക്കറിയില്ല. അവൾ വേറെ ഏതോ ലോകത്താണ്. പ്രിയദർശിനി പാവപ്പെട്ട സ്ത്രീകൾക്ക് ഇതൊരു കൈത്താങ്ങാണ്. അങ്ങയുടെ തീരുമാനവും വളരെ നല്ലതാണ്. പക്ഷേ അർഹതയില്ലാത്ത എൻ്റെ ഭാര്യയെപ്പോലുള്ള കേരളത്തിലെ സ്ത്രീകൾ ഇതിനെ ദുരുപയോഗം ചെയ്യുന്നതിലാണ് ഇതിൻ്റെ പരാജയം. അർഹതയുള്ളവർക്ക് മാത്രം ഇത് എത്തട്ടെ. നിർത്തുന്നു. വിനയൻ.